റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ള 1ാമത്തെ ആക്ടിവിറ്റി നഖ്താറു സ്വഹീഹ എന്നാണ്. ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. താഴെ ഒരു 6 ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉത്തരങ്ങൾ, ഇതിനോട് യോജിക്കുന്ന വാക്കുകൾ ഇവിടെ ഇടത് സൈഡിൽ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്, കള്ളികളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ഇവിടെ നമ്മൾ അതിൻ്റെ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് യോജിക്കുന്നതാണ് എടുത്തുകൊണ്ട് ഇപ്പുറത്തേക്ക് എഴുതേണ്ടത്. നോക്കാം. 1ാമത്തത് ഡാഷ് സ്വദീഖി. ഇവിടെ ഒരു വാക്ക് ചേർക്കാണ്ട്. എന്താണ് സ്വദീഖി പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാണ്. അതിന് ഹാദയാണോ ഹാദിഹിയാണോ ചേർക്കേണ്ടത്? ഹാദ ഹാദിഹി, ഇത് എൻ്റെ കൂട്ടുകാരനാണ് എന്നാണ് വേണ്ടത്. ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം ഇത് എന്നാണ്. പക്ഷേ സ്വദീഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണാണ്. ആണാവുമ്പോൾ നമ്മൾ ഹാദ എന്നാണ് ചേർക്കേണ്ടത്. ഹാദ സ്വദീഖി ഇതാണ് ചേർക്കേണ്ടത്. പെണ്ണാണെങ്കിൽ ഹാദിഹി എന്ന് വേണം. ഇനി 2ാമത്തെ നോക്കൂ. ഡാഷ് ദാരിസത്തുൻ. അൻതി ഉണ്ട്, അൻതി ഉണ്ട്. അൻത അൻതി. അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം. പക്ഷേ ആണിനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അൻത എന്നും പെണ്ണിനോടാണെങ്കിൽ അൻതി എന്നും ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി, ഒരു പെണ്ണാണ്. അപ്പോൾ നമ്മളെന്താ ഉപയോഗിക്കുക? അൻതി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അൻതി ദാരിസത്തുൻ. ഇവിടെ ഈ ദാരിസത്തുൻ എന്നുള്ളത് ദാരിസുന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അൻതയാണ് ഉപയോഗിക്കുക. അൻത ദാരിസുൻ എന്നാണ് പറയുക. പെണ്ണാവുമ്പോൾ അൻതി ദാരിസത്തുൻ. ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഉപ്പാനോട് നമ്മൾ പറയുന്നതാണെങ്കിൽ അൻത അബുൻ എന്നാണ് പറയുക. അൻത അബുൻ. അത് ഉമ്മാനോട് പറയുകയാണെങ്കിൽ അൻതി ഉമ്മുൻ എന്നാണ് പറയുക. മനസ്സിലായിട്ടുണ്ടാവും. 3ാമത്തത് ജവാദുൻ. ജവാദ് ഡാഷ് ഉസ്താദി, എൻ്റെ ഉസ്താദാണ്. അദ്ദേഹം എൻ്റെ ഉസ്താദാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനിവിടെ നേരത്തെ അൻത ഉണ്ടോ പറഞ്ഞില്ലേ. ഇനി ഹുവ ഹിയ, ഇതിലിപ്പോൾ അദ്ദേഹം രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആണാണല്ലോ, അപ്പോൾ അതിൽ ഹുവയാണ് ഉപയോഗിക്കുക. ആണാണെങ്കിൽ ഹുവയാണ് ഉപയോഗിക്കേണ്ടത്. പെണ്ണാണെങ്കിൽ ഹിയാണ് ഉപയോഗിക്കുക. ജവാദുൻ ഹുവ ഉസ്താദി. ജവാദ് അദ്ദേഹം എൻ്റെ ഉസ്താദാണ്. ഇനി 4ാമത്തത് മാ തിൽക്ക, അതെന്താണ്? അത് ദാലിക്ക തിൽക്ക. അതിനോട് ഇവിടെ യോജിക്കുന്ന ദജാജത്താണ്. അത് പിടക്കോഴിയാണെന്നാണ് പറയേണ്ടത്. ദജാജത്ത് താഴുണ്ട്. അപ്പോൾ ദാലിക്ക തിൽക്കയിൽ അതാണ് തിൽക്കയാണ് ശരിയ. മാ തിൽക്ക തിൽക്ക ദജാജത്തുൻ എന്നാണ് വരിക. അത് പിടക്കോഴിയാണ് എന്നർത്ഥം. ഇനി മാ ദാലിക്കയാണ് ചോദിക്കണമെങ്കിൽ ദാലിക്ക എന്ന ആൻസറിൽ ആദ്യം കൊടുക്കണം. എന്നിട്ട് പിന്നെ ദീക്ക്, ഇവിടെ ദജാജത്തിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദീക്കൈക്കാരം നമുക്ക് അവിടെ യോജിപ്പിക്കുക. മാ ദാലിക്ക ദാലിക്ക ദീക്കുൻ, മാ തിൽക്ക തിൽക്ക ദജാജത്തുൻ. അപ്പോൾ ഒരു ത ഉണ്ടെങ്കിൽ തിൽക്കാണ് ഉപയോഗിക്കുക, ത ഇല്ലെങ്കിൽ ദാലിക്ക ഉപയോഗിക്കുക. അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ ആണിനോടാണെങ്കിലും ദാലിക്ക, പെണ്ണിനോടാണെങ്കിൽ തിൽക്ക. ഇനി 5ാമത്തത് ഡാഷ് നദ്ഹബു, നാം പോകും അല്ലെങ്കിൽ നമ്മൾ പോകും എന്നൊക്കെയാണ്. ഇവിടെ നദ്ഹബു ആണല്ലോ, ഇത് ജം ആണ്. അതിന് അന നെഹ്നു, ഇതിലേതാണ്? അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്, നെഹ്നു എന്ന് പറഞ്ഞാലാണ് ഞങ്ങൾ. അപ്പം നെഹ്നു ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നെഹ്നു നദ്ഹബു എന്നാണ്, ഞങ്ങൾ പോകും എന്നർത്ഥം വരും. അദ്ഹബു ആണെങ്കിൽ ഈ നാ മാറ്റിയിട്ട് അദ്ഹബു ആണെങ്കിൽ അന കൊടുക്കാം. അന അദ്ഹബു. നദ്ഹബു ആകുമ്പോൾ നെഹ്നു, നെഹ്നു നദ്ഹബു എന്ന് പറയാം. ഇനി 6ാമത്തത് ഡാഷ് ഫാത്തിമത്തുൻ അഷായ. ഫാത്തിമ ഷായ കുടിക്കും എന്നാണ് അർത്ഥം വരേണ്ടത്. തഷ്റബു ആണോ യഷ്റബു ആണോ? ഇവിടെ ഫാത്തിമ പെണ്ണായതുകൊണ്ട് തഷ്റബു ആണ് ഉപയോഗിക്കേണ്ടത്. ആണാണെങ്കിൽ അവിടെ യഷ്റബു ഉപയോഗിക്കാം. തഷ്റബു ഫാത്തിമത്തു അഷായ എന്നാണ് പറയാം. ഇനി ഫാത്തിമാൻ്റെ പകരം അവിടെ മുഹമ്മദ് ആണെങ്കിൽ യഷ്റബു ആണ് വരിക. യഷ്റബു മുഹമ്മദ് നഷായ, അങ്ങനെയാണത്
പൂർത്തീകരിക്കേണ്ടത്, ശരിയായത് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത് നുവഫിഖു യോജിപ്പിക്കാം. താഴെ 6 ചോദ്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചേർക്കേണ്ട ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം പറയുക, മുകളിൽ. മിന എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, യമീന് പറഞ്ഞാൽ വലത് ഭാഗത്തിനാണ്, വലത് ഭാഗം. മാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയാണ് അർത്ഥം, എന്താണ്? വാച്ച് എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ, എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കുക. അഹ്മർ പറഞ്ഞാൽ ചുവന്ന അല്ലെങ്കിൽ ചുവപ്പ്, ചുവന്ന എന്നൊക്കെ പറയാം. മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തത് ഡാഷ് യൽ അബു ബിൽ കുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നത്. യൽ അബു കളിക്കുന്നത്, ബിൽ കുറത്തി പന്ത് കൊണ്ട് കളിക്കുന്നത് ആരാണ് എന്നാണ് അവിടെ ഒരു ചോദ്യമാണ് വരേണ്ടത്. അപ്പോൾ മന്നാണ് കൊടുക്കുക. മൻ യൽ അബു ബിൽ കുറത്തി. അർത്ഥം മനസ്സിലാൻ വേണ്ടി ഇതാണ് ഒന്നാമത്തെ ആൻസർ വരിക. 2 ഡാഷ് ഇസ്മു അബീക്ക. ഇസ്മു പറഞ്ഞ പേര്, അബീക്ക പറഞ്ഞാൽ നിൻ്റെ ഉപ്പയുടെ. ഈ ലാസ്റ്റ് ക കൂടുമ്പോൾ നിൻ്റെ എന്നർത്ഥം വരും. നിൻ്റെ ഉപ്പയുടെ പേര് എന്താണ് എന്നല്ല ചോദിക്കേണ്ടത്. അപ്പോൾ ഇതാണ് മാ ഇസ്മു അബീക്ക. അല്ലെങ്കിൽ കൂട്ടി വായിക്കുകയാണെങ്കിൽ മസ്മു അബീക്ക എന്ന് പറയും. നിൻ്റെ ഉപ്പയുടെ പേരെന്താണ്, അപ്പോൾ അതവിടെ ചേർക്കണം. മൂന്നാമത്തത് നംഷി ഫി ഡാഷ് അഷാരി. നംഷി പറഞ്ഞാൽ നാം നടക്കുന്നു അല്ലെങ്കിൽ നടക്കും. ഫി ഏതിയുടെ ഷാരി, റോഡിൻ്റെ ഏത് ഭാഗത്തു കൂടെയാണ് നടക്കുക? വലതു ഭാഗത്തു കൂടെ അല്ലേ. അപ്പോൾ ഇവിടെ യമീനി എന്നാണ് ചേർക്കേണ്ടത്. അതാണ് മൂന്നാമത്തത്. അപ്പോൾ എങ്ങനെ വരും? നംഷി ഫി യമീനി ഷാരി, നാം റോഡിൻ്റെ വലതു ഭാഗത്തിലൂടെ നടക്കുന്നു, അങ്ങനെ പറയാം, അല്ലെങ്കിൽ നടക്കുമെന്നും പറയാം. നാലാമത്തത് യത്തീറുൽ ഖുറാബു, കാക്ക പറക്കുന്നു അല്ലേ. യത്തീറു പറക്കുന്നു, അൽ ഖുറാബ് കാക്ക. അൽ ബൈത്ത് ഡാഷൽ ബൈത്ത്, വീടിൻ്റെ മുകളിൽ കൂടി എന്നല്ലേ. അപ്പം മുകളിൽ എന്നുള്ളതിന് ഫൗക്കൻ ഉപയോഗിക്കുക. അതാണ് നാലാമത്തായിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. ഫൗക്കൽ ബൈത്തി, യത്തീറുൽ ഖുറാബു ഫൗക്കൽ ബൈത്തി, വീടിൻ്റെ മുകളിലൂടെ കാക്ക പറക്കുന്നു എന്നർത്ഥം. 5 റഅയ്തു തൊമാത്തിമൻ ഡാഷ്. റഅയ്തു ഞാൻ കണ്ടു. തൊമാത്തിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തക്കാളി. എങ്ങനത്തെ തക്കാളി കണ്ടത്? അഹ്മറ, ചുവന്ന തക്കാളി. അപ്പോൾ ഇതാണ് 5-മത്തത്. ഇവിടെ അഹ്മറ എന്ന് കൊടുക്കുക. റഅയ്തു തൊമാത്തിമൻ അഹ്മറ. 6-മത്തത് റജഅത്തിൽ ബിന്തു, പെൺകുട്ടി മടങ്ങി. റജഅത്ത് പറഞ്ഞാൽ മടങ്ങി. റജഅത്തിൽ ബിന്തു പെൺകുട്ടി മടങ്ങി. ഡൽ അൽ മദ്രസ, മദ്രസയിൽ നിന്ന് എന്നാണ്. അപ്പോൾ ഇൽ നിന്ന് എന്നുള്ളൊരു വാക്ക് അവിടെ ചേരണം. എന്താണ് അതിനോട് യോജിക്കുന്നത്? ഇതാണ് 6-മത്തത് മിന. അപ്പോൾ എങ്ങനെ വരിക? റജഅത്തിൽ ബിന്തു മിനൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിൽ നിന്ന് മടങ്ങി എന്നർത്ഥം പറയാം. ഇനി 3-മത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് നക്തുബുൽ മുഅന്നസ എന്നാണ്. മുഅന്നസ എഴുതാനാണ്, സ്ത്രീലിംഗം എന്നൊക്കെ പറയാം. അഥവാ ഇവിടെ ആണുമായി ബന്ധപ്പെട്ടതാണ് പറയണത്. അപ്പോൾ പെണ്ണുമായി ബന്ധപ്പെട്ടത് നമ്മൾ എഴുതണം, അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം എന്നർത്ഥം. 1-മത്തേത് അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുഅന്നസ എന്താണ്? ഉമ്മയാണ് അല്ലേ. അപ്പോൾ ഉമ്മുൻ എന്ന് എഴുതാം. അബുൻ ഉമ്മുൻ. 2 അഹുൻ എന്നാണ്. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? സഹോദരിയാണ് വരിക. അപ്പോൾ സഹോദരി എന്ന് എഴുതിക്കരുത്, അതിൻ്റെ അറബി എഴുതണം ഉഖ്തുൻ എന്നാണ്. അഹുൻ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉഖ്തുൻ എന്നാണ്. പിന്നെ 3 സ്വദീഖുൻ, കൂട്ടുകാരൻ അല്ലേ. സ്വദീഖ് കൂട്ടുകാരൻ. അപ്പോൾ കൂട്ടുകാരി എന്നാണ് വരേണ്ടത്. അതിനെന്താ വരിക? സ്വദീഖത്തുൻ എന്നാണ് വരിക. അതിൻ്റെ ഓപ്പോസിറ്റ് സ്വദീഖത്തുൻ. അപ്പോൾ അബുൻ എന്നുള്ളതിൻ്റെ മുഅന്നസ് എന്താണ്? ഉമ്മുൻ എന്നാണ്. അഖുൻ എന്നുള്ളതിൻ്റെ മുഅന്നസ് ഉഖ്തുൻ. സ്വദീഖുൻ എന്നുള്ളതിൻ്റെ മുഅന്നസ് സ്വദീഖത്തുൻ എന്നാണ്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 4-മത്തത് നക്തശിഫുൽ മാളിയ വൽ മുളാരി. മാളി മുളാരി ഇവിടെ വേർതിരിച്ച് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാനാണ്. ആദ്യത്തെ ഒരു കള്ളിയിൽ ഇവിടെ മാളി കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ മാളി ഇവിടെ ഉണ്ട്. പിന്നെ മുളാരിപ്പുറത്തുണ്ട്. ചില കള്ളികളിൽ മാളി വിട്ടു പോയിട്ടുണ്ട്, ചില കള്ളികളിൽ മുളാരി വിട്ടു പോയിട്ടുണ്ട്. നോക്കൂ, ആദ്യം ഇവിടെ 1-മത്തേത് ദഹബാണ്. ദഹബ മാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. മാളി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ കാര്യത്തിന് സൂചിപ്പിച്ച് പറയുന്നതാണ്. പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. മുളാരി എന്ന് പറഞ്ഞാലോ, മുളാരി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നതാണ്.
വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞെന്ന് മാത്രം. രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് അറിയാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ദഹബ പറഞ്ഞാൽ പോയി എന്നാണ്, അവൻ പോയി, പാസ്റ്റാണ്. ഇനി അതിൻ്റെ ഫ്യൂച്ചർ, പ്രസൻറ്റ്, അതിന് രണ്ടിനും മുളാരി എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ മുളാരി എങ്ങനെ വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ദഹബ അവൻ പോയി, അപ്പോൾ ഇനി അവൻ പോകും എന്നാണ് വരേണ്ടത്. അതിനിവിടെ യദ്ഹബു എന്നാണ് പറയാം അല്ലേ. ദഹബ യദ്ഹബു. ഇനി അടുത്തത് തസ്മഉ എന്ന് ഇവിടെ ഉണ്ട്. തസ്മഉ അവൾ കേൾക്കും എന്നാണ്. ഇനി അവൾ കേട്ടു എന്നുള്ളതിന് എങ്ങനെ പറയാം? രണ്ടാമത്തത് സമിഅത്ത് എന്നാണ്. സമിഅ എന്ന് പോരാ, സമിഅത്ത് പെണ്ണാണല്ലോ, പെണ്ണായതുകൊണ്ട് ഇവിടെ അവൾ താ ഉണ്ട്. അപ്പോൾ ഇവിടെ താവ് വേണം. ഫസ്റ്റ് അല്ല ലാസ്റ്റ്. മാദിയിൽ ലാസ്റ്റാണ് താവ് വരിക പെണ്ണിനെ സൂചിപ്പിക്കാൻ. മുളാരിയിലാണെങ്കിൽ ഫസ്റ്റാണ് വരിക. സമിഅത്ത് തസ്മഉ. ഇനി മൂന്നാമത്തത് ദഖല അവൻ പ്രവേശിച്ചു എന്നർത്ഥം പറയാം. അപ്പം ഇനി പ്രവേശിക്കും, അവൻ പ്രവേശിക്കും എന്നുള്ളതിൻ്റെ മുളാരി നമ്മളിവിടെ എഴുതി കൊടുക്കണം. യദ്ഖുലു എന്നാണ് വരിക. യദ്ഖുലു. ദഖല യദ്ഖുലു. ഇനി ഇവിടെ നാലാമത്തത് നോക്കൂ, യുസല്ലി എന്ന് ഇവിടെ ഉണ്ട്. അവൻ നിസ്കരിക്കും. അപ്പോൾ അവൻ നിസ്കരിച്ചു എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? സ്വല്ല എന്നാണ് പറയുക. സ്വല്ല യുസല്ലി. ദഹബ യദ്ഹബു. സമിഅത്ത് തസ്മഉ. ദഖല യദ്ഖുലു. സ്വല്ല യുസല്ലി. ഇപ്പോൾ മാളി മുളാരിയൊക്കെ പരീക്ഷയിൽ വേർതിരിക്കാൻ എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. പുസ്തകത്തിലൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇവിടെ അടുത്തത് നുക്കമ്മിലുമാണ്, പൂരിപ്പിക്കാനാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തത് ഹുവ. ഹുവ ഇവിടെ ഉണ്ട്. ഡാഷ് ഹും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹുവ കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? ഹുമ എന്നാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഒരാളെ കുറിച്ചാണ്. ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടാളാണല്ലേ, അവർ രണ്ടുപേർ. ഹും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എന്നുള്ള അർത്ഥം. പിന്നെ രണ്ടാമത്തത് അൻതി. അൻതി പറഞ്ഞാൽ നീ, ഒരാളോടാണ് പറയേണ്ടത് നീ. ഇനി ഇവിടെ രണ്ടാളോട് പറയണം. നിങ്ങൾ രണ്ടുപേർ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? അൻതുമാ എന്നാണ് പറയേണ്ടത്. അൻതുമാ. ഈ അൻതി എന്നുള്ളത് നീ എന്നാണെങ്കിൽ ഒരു പെണ്ണിനോടാണ് പറയണത്, മനസ്സിലാക്കണം. അൻതാണെങ്കിൽ ആണിനോട് നേരത്തെ പറഞ്ഞല്ലോ. അൻത അൻതുമാ അൻതും എന്നാണ് വരിക. ഇവിടെ അൻതി അൻതുമാ അൻതുന്ന, നിങ്ങളെല്ലാവരും സ്ത്രീകളോടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് സലാസത്തുൻ, മൂന്നാണല്ലേ. സലാസത്തുൻ എന്ന് പറഞ്ഞാൽ മൂന്ന്. പിന്നെ ഇവിടെ ഹംസത്തുൻ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതാണ്? 4ആണ്. 4 എന്ന് എഴുതിയാൽ പോരാ, അർബഅത്തുൻ എന്നാണ് ഇത്. സലാസത്തുൻ, അർബഅത്തുൻ, ഹംസത്തുൻ. അപ്പോൾ അത് കൃത്യമായി 4. ദാരിസത്തുൻ ഡാഷ് ദാരിസാത്തുൻ. ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി. ദാരിസാത്ത് എന്ന് പറഞ്ഞാൽ ഇത് ദാരിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിനിയാണ്. ദാരിസാത്ത് എന്ന് പറഞ്ഞാൽ കുറേ വിദ്യാർത്ഥികൾ. ഇവിടെ 2 വിദ്യാർത്ഥിനികൾക്ക് എന്താ പറയുക? ദാരിസത്താനി എന്നാണ് പറയുക. ദാരിസത്തുൻ, ദാരിസത്താനി, ദാരിസാത്തുൻ എന്ന് വരും. നാലാമത്തത് ഇനി ഈ ബൈത്തുൻ, ഇത് ഒരു ഇസ്മാണ്. അതിൻ്റെ കൂടെ നമ്മൾ മുത്തസിലായ ലൊമീർ, മുൻഫസിലായ ലൊമീറൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ മുത്തസിലായ ലൊമീർ അതിൽ ചേർന്ന് വരണം. അപ്പോൾ ബൈത്തുൻ പ്ലസ് ക എങ്ങനെ വരിക? ബൈത്തുക്ക. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട്, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ. അപ്പോൾ ബൈത്തുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട് എന്നർത്ഥം വരും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പൂരിപ്പിക്കാം. ഇനി ആറാമത്തത് നക്തഷിഫുൽ മുഫ്രദ വൽ ജം. മുഫ്രദ് ജം, ഈ മാളി മുളാരി മുഫ്രദ് ജം ഒക്കെ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇവിടെ ആദ്യം മുഫ്രദ്, ഈ കള്ളിയിൽ മുഫ്രദ് കൊടുത്തിട്ടുണ്ട്. ഈ കള്ളികളിലൊക്കെ മുഫ്രദ് ഇതാ. ഈ കള്ളിയിൽ ജം ഉണ്ട്. ഇതിൽ ചിലതിൽ മുഫ്രദ് വിട്ടുപോയിട്ടുണ്ട്, ചിലതിൽ ജം വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. മുഫ്രദ് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ജം എന്ന് പറഞ്ഞാൽ 2 അല്ല, 2+ ആണ്. 2ൽ കൂടുതൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ലൗനുൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ലൗനുൻ, നിറം അല്ലേ. നിറം എന്നാണ് അർത്ഥം. അപ്പം നിറങ്ങൾ എന്ന് വരണം. അതിനെന്താണ് പറയുക? അൽവാനുൻ എന്നാണ് പറയുക. അൽവാനുൻ നിറങ്ങൾ. ലൗനുൻ നിറം, അതിൻ്റെ ജം ആണ് അൽവാനുൻ നിറങ്ങൾ. ഇനി ഇവിടെ അസ്ഹാറുൻ എന്നുണ്ട്. അസ്ഹാറു എന്ന് പറഞ്ഞാൽ പൂക്കളാണ് അല്ലേ, പൂക്കൾ. അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താ വരിക? പൂവാണ് വരിക. അപ്പോൾ എന്താ വരിക? രണ്ടാമത്തത് പൂവിന് സഹറത്തുൻ എന്ന് പറയാം. സഹറത്തുൻ പൂവ്, അതിൻ്റെ ജം അസ്ഹാറുൻ പൂക്കൾ. ഇനി ഒളുവുൻ എന്നുണ്ട് ഇവിടെ മൂന്നാമത്തത് ഒളുവുൻ. ഒളുവുൻ എന്ന് പറഞ്ഞാൽ അംഗം, ഒരാൾക്ക് പറയുന്നതാണ് ഒളുവുൻ ഒരംഗം.
അപ്പോൾ ഇനി അംഗങ്ങൾ എന്നുള്ളതിനെ എങ്ങനെ പറയാം? അഅ്ളാഉൻ എന്നാണ് പറയുക. അഅ്ളാഉൻ അംഗങ്ങൾ, ഉളുവുൻ അംഗം, അഅ്ളാഉൻ അംഗങ്ങൾ. ഇനി ഇവിടെ നഹ്നു ഞങ്ങൾ എന്നിവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുഫ്രദ് എന്തേക്കാരം? ഞാൻ നെയ്ക്കാരം. അതിനെന്താ പറയുക? അന. നാലാമത്തത് അന എന്ന് പറയും. അന ഞാൻ, നഹ്നു ഞങ്ങൾ. അപ്പോൾ നമുക്കിതിങ്ങനെ മുഫ്രദ് ജമ്മൊക്കെ കണ്ടുപിടിച്ച് എഴുതാം. കുറേ മുഫ്രദും ജമ്മുകളും അധിക പാഠങ്ങളിലും നമ്മൾ ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിൽ പഠിച്ച് കയറ്റി വെക്കുക. ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇനി ഏഴാമത്തത് നുഅരിബു, അറബി ആക്കാനാണ്. 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? 7 പേനകൾ. 7 പേനകൾ. 7 എന്താ പറയുക? സബ് അത്താണ് പറയല്ലേ. സബ് അത്തു. പേനക്ക് എന്താ പറയുക? കലമ് പേന. പേനകൾ എന്ന് പറയുമ്പോൾ അഖ്ലാം, അതിൻ്റെ ജം എഴുതണം. അഖ്ലാമിൻ. സബഅത്തു അഖ്ലാമിൻ എന്നാണ് കൂട്ടി പറയുമ്പോൾ പറയാം. 7 പേനകൾ. 2 പിതാവ് കസേരയിൽ ഇരിക്കുന്നു എന്നാണ് അടുത്തത്. എങ്ങനെ അറബിയാക്കാം? ഇതിൽ ഇരിക്കുന്നു, ആ ചെയ്ത കാര്യം ഉണ്ടല്ലോ, അത് ആദ്യം എഴുതി കൊടുക്കണം. അതിന് യജ്ലിസു എന്നാണ് പറയുക അല്ലേ. യജ്ലിസു ഇരിക്കുന്നു. ഇനി ആരാണ് ചെയ്തത് എന്നാണ് അടുത്തത് എഴുതി കൊടുക്കേണ്ടത്. ആരാണ്? പിതാവാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഇതാണ് എഴുതേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്ത ആൾ. ഒന്നാമത് ചെയ്ത കാര്യം എഴുതുക, രണ്ടാമത് ചെയ്ത ആൾ എഴുതുക. പിതാവിന് അബു എന്ന് പറയില്ലേ. അപ്പോൾ യജ്ലിസുൽ അബു. ഇനി മൂന്നാമതായിട്ടാണ് എവിടെയെന്ന് എഴുതി കൊടുക്കേണ്ടത്. എന്താണ് മൂന്നാമത്? കസേരയിലാണ്. കസേരയ്ക്ക് കുർസി എന്നാ പറയുക. അപ്പോൾ കുർസി പറഞ്ഞാൽ പോരാ, കസേരയിൽ എന്ന് വേണമെങ്കിൽ ഇൽ വരണമെങ്കിൽ ഫീ കൊടുക്കണം. ഫീ എന്ന് കൊടുത്തു. പിന്നെ കസേര കുർസി പറയാം. കുർസി. അപ്പോൾ എങ്ങനെ പറയും? പിതാവ് കസേരയിൽ ഇരിക്കുന്നു അല്ലാതെ എങ്ങനെ പറയും? യജ്ലിസുൽ അബു ഫിൽ കുർസി എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ 8ാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. നുതർജിമാണ്, പരിഭാഷപ്പെടുത്താനാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ്. ഇവിടെ ഒന്നാമത്തത് യൗമുൽ ഖമീസ്. യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം? വ്യാഴാണല്ലേ. ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. യൗമുൽ അഹദ്, യൗമുൽ ഇത്നൈനി, യൗമുൽ സലാസ, യൗമുൽ അർബിയ. ബുധൻ കഴിഞ്ഞിട്ട് യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച അല്ലെങ്കിൽ വ്യാഴം എന്നൊക്കെ എഴുതാം. രണ്ടാമത്തത് അർക്കാനു സ്വലാത്തി 14. അർക്കാനു സ്വലാത്തി പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ എന്നാണ്. അർക്കാനു സ്വലാത്തി നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ. ഇനി എത്രയാണത്? 14 എന്നാണ്. എത്രയാണ്? 14ആണ്. 14 പറഞ്ഞാൽ 14. അപ്പോൾ 14 ആകുന്നു എന്ന് എഴുതാം. അർക്കാനു സ്വലാത്തി 14, നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ 14 ആകുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ അർത്ഥം എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.